ലിസൺ സാറ് നിങ്ങളുടെയൊക്കെ വർക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. മിനിയേച്ചർ പെയിൻറ്റിങ്സ് ആണ് പറഞ്ഞത്. എന്നാൽ അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോണിയലിസം അല്ലെങ്കിൽ ബ്രിട്ടീഷ് കാലത്തെ മിനിയേച്ചർ പെയിൻറ്റിങ്സ് ആണ് സാർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം വരുന്നത് ശാന്തിനികേതൻ സ്കൂൾ ഓഫ് ആർട്സ്. അപ്പം ബ്രിട്ടീഷ് കാലത്തെ ചിത്രങ്ങൾ എങ്ങനെയാണ് വരച്ചിരുന്നത്, ആ മിനിയേച്ചർ പെയിൻറ്റിങ്സ് അവർക്ക് എന്തിനു വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ഈ ചിത്രരചനാ ശൈലി, ബ്രിട്ടീഷ് ശൈലി ഇവിടെ തുടങ്ങാനുള്ള കാരണം, പിന്നെ ആ ശൈലി തുടങ്ങിയപ്പോൾ അത് ഒരു സ്കൂളാകാനുള്ള അന്തരീക്ഷം എങ്ങനെയുണ്ടായി, ആരാണ് ഫസ്റ്റ് പ്രസിഡന്റ്, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, EB ഹാവേലൊക്കെ വരും. എന്ന് വെച്ചാൽ ശാന്തിനികേതനൊക്കെ ആയിട്ട് വരും. പിന്നെ ഉപരികർമ്മ പ്രസ്ഥാനത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് സാർ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. അപ്പം ഈ ബ്രിട്ടീഷ് അല്ലെങ്കിൽ കൊളോണിയലിസം സമയത്ത് ഉള്ള ആർട്സ് ഫോം മിനിയേച്ചർ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മിനിയേച്ചർ പെയിൻറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് ഈ ശാന്തിനികേതൻ എന്ന സ്കൂളിലേക്ക് വരികയും, അപ്പോൾ ആ സ്കൂളിൻ്റെ കുറേ സംഭവങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയൊക്കെ വേണം. ഓക്കെ. മിനിയേച്ചർ പെയിൻറ്റിങ്സ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. എന്താണ്? ചെറിയ ഈ രാജസ്ഥാനി അതുപോലെ ചെറിയ പിക്ചേഴ്സാണ് മിനിയേച്ചർ. അത് കൂടുതലും മേവാർ, മുഗൾ ചിത്രകല ഈ ഭാഗങ്ങളിലുള്ള ശൈലികളാണ്. അത് കൂടുതൽ അതിനുള്ള അതിൻ്റെ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഫിഗറിന് കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. ചെറിയ ഫിഗറാണ്, വളരെ ചെറിയ പെയിൻറ്റിങ്സാണിത്. അപ്പോൾ അതിനകത്ത് ആ പെയിൻറ്റിങ്സിനകത്ത് ഫിഗർ പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. അതിന് മൂക്ക്, കണ്ണ്, താടി, മുടി, ഇതിനൊക്കെ ഓരോ പ്രത്യേകതകൾ ഉണ്ട്, ഒരു ശൈലിയാണ്. അപ്പോൾ അത്തരത്തിലാണ് അവരുടെ വസ്ത്രധാരണം. അപ്പോൾ അതെല്ലാം പിന്നെ അവരുടെ പ്രകൃതി ഈ സംരക്ഷണം, പഹാരി ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ ഇത് തരുന്നത് അടുത്ത ഒരു ടെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ ഈ വർഷത്തെ ഹിമാചൽ പ്രദേശ് ആർട്സാണ്, അതിനകത്ത് പെടുന്നതാണ് പഹാരി, ഹിമാചൽ ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഇത് തുടങ്ങി ഏകദേശം വരുമ്പോൾ അടുത്ത ഹിമാചലായിരിക്കും ഇത് വരുന്നത്. ഓക്കെ, താങ്ക് യു. 1 സെക്കൻഡ്. ഞാൻ കുറച്ച് കളക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ എത്തിയിട്ടേക്കും. എന്താണ് ഈ കൊളോണിയൽ കാലത്തെ മിനിയേച്ചർ ആർട്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ 10A 10B നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ.